Hi everyone, welcome back to another episode of Food Mates, the Chronicles of Food. I am with my friend Arun. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തോട് ചോദിക്കാൻ പോകുന്ന കാര്യം എന്താ വെച്ചാൽ കൊളോണിയൽ ഇൻഫ്ലുവൻസ് കേരള കുസീൻ. എങ്ങനെ ഈ കൊളോണിയലിസം അല്ലെങ്കിൽ ആ ഇത് നമ്മളുടെ ഭക്ഷണത്തെ സ്വാധീനിച്ചു അല്ലെങ്കിൽ എന്തൊക്കെ നൽകി എന്നാണ് ഇന്ന് അദ്ദേഹം നമ്മളോട് പറയാൻ പോകുന്നത്. താങ്ക് യു ജിനു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് സദ്യയെ പറ്റിയിട്ടുള്ള കാര്യം. സദ്യയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യും, അതിൽ വരാത്ത കുറേ സംഗതികൾ, അതാണ് ആക്ച്വലി ഇതിൻ്റെ ഒരു ആധാരം. നമ്മളിത് ഈ ഒരു ടോപ്പിക് എടുക്കാവുന്നതിൻ്റെ ഒരു ആധാരം അതാണ്. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് നമ്മൾ ഈ കോളനൈസേഷൻ തന്നെയാണ്. ഈ കോളനിവൽക്കരണം കൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതചര്യയിൽ എന്ന പോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിലൊക്കെ ഒരുപാട് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ഭക്ഷണത്തിൽ മാറ്റങ്ങൾ വരുന്നത് കോളനൈസേഷൻ കൊണ്ട് മാത്രമല്ല, എല്ലാ പൊളിറ്റിക്കൽ ചേഞ്ചസും ഇക്കണോമിക് ചേഞ്ചസും കൾച്ചറൽ ചേഞ്ചസും വെതർ ചേഞ്ചസും ഒക്കെ നമ്മളെ ബാധിക്കുന്നത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു. അപ്പോൾ ഇതിൽ നമ്മൾ മെയിനായിട്ട് പറയുന്നത് നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ഒരു മേജർ ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ പറയുകയാണെങ്കിൽ പൊട്ടേറ്റോ. പിൽക്കാലത്ത് ഇപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഈ പൊട്ടേറ്റോ ഇല്ലാത്ത ഡിഷസ് നമുക്ക് ആലോചിക്കാനേ വയ്യ അല്ലേ. ഈ കൊളോണിയൽ ഇൻഫ്ലുവൻസിന്റെ മുമ്പത്തെ സമയമായി എന്നുള്ളത് കാരണം കൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും നല്ല ഭക്ഷണ എന്താ പറയുക ലിസ്റ്റിൽ വരുന്നൊരു സംഗതിയാണ് മുഗളായി ഫുഡ് അല്ലെങ്കിൽ മുഗളായി ഫുഡ് എന്ന് പറയുന്നത് ഇറാനിയൻ ഇൻഫ്ലുവൻസ് ഉള്ള ഒരുപാട് ഭക്ഷണങ്ങൾ. അതുകൊണ്ട് തന്നെ ഇത്രയും നല്ലൊരു സംഗതിയായിട്ടും അതിൽ പൊട്ടേറ്റോ ഡിഷസ് ആക്ച്വലി ഇല്ല. അത് പിൽക്കാലത്ത് ഒരു ഫ്യൂഷൻ എന്നുള്ള പേരിൽ മുഗളയിൽ പൊട്ടേറ്റോ ഇല്ല. പൊട്ടേറ്റോ ഒറിജിനൽ മുഗളായി ഡിഷസിൽ പൊട്ടേറ്റോ ഇട്ടിട്ടുള്ള ഡിഷസ് ഇല്ല. കാരണം അന്ന് പൊട്ടേറ്റോസ് സിംപ്ലി ഇല്ല. അപ്പൊ ഈ പൊട്ടേറ്റോ എങ്ങനെയാ ഇന്ത്യയിലേക്ക് വന്നതെന്നുള്ളതിന് വലിയൊരു ചരിത്രം തന്നെ പറയുന്നുണ്ട്. അതിന് രണ്ട് ചരിത്രങ്ങൾ പറയുന്നുണ്ട് ആളുകൾ. ഒന്ന്, പൊട്ടേറ്റോന്റെ ഒറിജിനാണ് നമ്മൾ അറിയുന്നത്. പൊട്ടേറ്റോ ഒറിജിനേറ്റ് ചെയ്തത് പെറു, സൗത്ത് അമേരിക്ക, അവിടെയാണ് ഒറിജിനേറ്റ് ചെയ്തത്. അത് ക്രിസ്റ്റഫർ കൊളംബസിന്റെ ഈ യാത്രകളുടെ ഭാഗമായിട്ട് ആണ് അത് യൂറോപ്പിലേക്ക് എത്തിയത്. അദ്ദേഹത്തിന്റെ പിന്നെ പിൽക്കാലത്തുള്ള യാത്രയുടെ ഭാഗമായിട്ടാണ് യൂറോപ്പിൽ എത്തിയത് എന്നുള്ളതും ഹൈ സ്റ്റാർച്ച് ഹൈ കാലറി ഫുഡ് ആയതിന്റെ പേരിൽ അത് വളരെ പോപ്പുലറായി. പിന്നെ അത് ഈ തിക്നെസ് കൂട്ടാൻ, വോളിയം കൂട്ടാനൊക്കെ ആണ് ഈ പൊട്ടേറ്റോ ഇപ്പോഴും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കൊഴുപ്പ് കൊണ്ടുവരാൻ വേണ്ടി പല നമ്മള് ഈ ബുഫേ ഇതിലൊക്കെ നമ്മുടെ ഈ കേറ്ററിംഗ് കുക്കിങ്ങിലൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ്, എസ്പെഷ്യലി ടു ഇൻക്രീസ് വോളിയം. അങ്ങനെ സ്പെസിഫിക്കലി ഉപയോഗിക്കുന്നതാണ്. ഇപ്പൊ അമ്മമാര് വീട്ടില് ഭക്ഷണം അളവ് ലേശം കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4 ഉരുളക്കിഴങ്ങ് വേവിച്ച് അതിൻ്റെ ഉള്ളിലിട്ട് ചെയ്യുന്നൊരു പ്രക്രിയ ഇപ്പോഴും നമ്മൾ പിന്തുടർന്നു പോകുന്നുണ്ട്. അപ്പൊ ഈ പൊട്ടേറ്റോ നമ്മുടെ നാട്ടിലേക്ക് വരുന്നത് ആദ്യം വന്നത് മലബാർ കോസ്റ്റിലേക്കാണ്. പോർച്ചുഗീസാണ് അത് കൊണ്ടുവരുന്നത്. മലബാർ കോസ്റ്റിൽ വളരെ പോപ്പുലർ ആയിരുന്നു പൊട്ടേറ്റോ. പെട്ടെന്ന് ഗ്രോ ചെയ്തു, നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങി, മലബാർ കോസ്റ്റിൽ ഉപയോഗിക്കാൻ തുടങ്ങി. കിഴങ്ങ് അതിന്റെ കൂടെ വന്നതാണ്. നമ്മൾ ഈ കൊള്ളിക്കിഴങ്ങ്, കപ്പ എന്നൊക്കെ പറയുന്ന സംഗതി അതിന്റെ കൂടെ തന്നെ വന്നത്. കപ്പയും പോർച്ചുഗീസുകാരാണ്, അവര് തന്നെയാണ് കൊണ്ടുവന്നത്. പിൽക്കാലത്ത് 1800s ഇത് നടക്കുന്നത്. ഒരു 17th century 18th century സമയത്താണ്. എന്ന് വെച്ചാൽ 1600s 1700s ആ സമയത്ത്. പിൽക്കാലത്ത് ബ്രിട്ടീഷുകാരാണ് അതിനെ പോപ്പുലറൈസ് ചെയ്യുന്നത്. ഉരുളക്കിഴങ്ങിനെ ഇന്ത്യയിൽ ആകെ മൊത്തം പോപ്പുലറൈസ് ചെയ്യുന്നത്. കേരളക്കരയിൽ മാത്രം, കോസ്റ്റൽ കേരളയിൽ മാത്രം കണ്ടിരുന്ന ഉരുളക്കിഴങ്ങിനെ ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവർ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1800s ഇത് പോപ്പുലറൈസ് ചെയ്യാൻ വേണ്ടി ഇൻസെന്റിവൈസ് ചെയ്തു. എന്ന് വെച്ചാൽ ഈ പൊട്ടേറ്റോ കൃഷി ചെയ്യുന്നവർക്ക് അവർ കാശ് അങ്ങോട്ട് കൊടുക്കാൻ തുടങ്ങി. കർഷകരെ മറ്റ് കൃഷികൾ നിർത്തി പൊട്ടേറ്റോ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഇത് ഹൈ ഈൽഡിങ്, ഹൈ വോളിയം, അഗൈൻ ആ ഒരു കാരണം കൊണ്ട് അവർക്ക് അവരുടെ ഈ ഫുഡ് സ്റ്റോറേജും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള സംഗതികൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ പൊട്ടേറ്റോ പ്രൊമോട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് നോർത്ത് ഇന്ത്യയിൽ മിക്കവാറും ആദ്യം ബംഗാളിലായിരുന്നു, ബംഗാളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏരിയകളിലായിരുന്നു കൂടുതൽ പൊട്ടേറ്റോ പോപ്പുലർ ആയത്. പിന്നെ കുറേശ്ശെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിലേക്ക് അത് പോയി. അപ്പൊ അതിന്റെ കാരണം കൊണ്ട് തന്നെ ഒരുപാട് ഹിസ്റ്റോറിയൻസ്, എസ്പെഷ്യലി നോർത്ത് ഇന്ത്യ ബേസ്ഡ് ഹിസ്റ്റോറിയൻസ് പറയുന്നത് പൊട്ടേറ്റോ കൊണ്ടുവന്നത് ബ്രിട്ടീഷ് ആണെന്നുള്ളൊരു കാര്യം കൂടി അവർ പറയുന്നത്. അല്ല, നമ്മുടെ മലബാർ കോസ്റ്റിലാണ് ആദ്യമായിട്ട് പൊട്ടേറ്റോസ് വരുന്നത്. അത് പോർച്ചുഗീസ് ആണ് കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ അവർ കൊണ്ടുവന്ന മറ്റൊരു ഐറ്റമാണ് ടൊമാറ്റോ. തക്കാളിയില്ല.
തക്കാളി ആക്ച്വലി അതിനൊരു ഒരു 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 നമ്മളെ ഡിബേറ്റബിൾ സംഗതിയാണ് തക്കാളി നമ്മൾ പറയുന്നത്. ഒറ്റ സെക്കൻഡ്, ഈ തക്കാളിയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ പൊട്ടാറ്റോന്റെ ഒരു കാര്യം കൂടി ചോദിക്കാണ്ടായിരുന്നു. നമ്മളൊരു കോഫി ഷോപ്പ് പോയിട്ട് ഫ്രഞ്ച് ഫ്രൈസ് കഴിച്ചതും അതിനെപ്പറ്റി നമ്മൾ സംസാരിച്ചതും ഓർമ്മ ഉണ്ടാവും. അപ്പോൾ ഞാൻ നിന്നോട് പറയണ്ടേ, അതായത് ഞാൻ കഴിച്ച ഫ്രഞ്ച് ഫ്രൈസ് ഇങ്ങനെയല്ല, ഉരുളക്കിഴങ്ങിന്റെ ഇത് ഇങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ യു ഹാഡ് ടോൾഡ് മീ സർട്ടൻ തിങ്സ്, റൈറ്റ്? ലൈക്ക് എങ്ങനെയാണ് ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസ് എന്നുള്ള ഉരുളക്കിഴങ്ങ് ഉണ്ടാക്കുന്നതും അതെങ്ങനെ സ്റ്റാൻഡേർഡൈസ് ചെയ്തിട്ട് അല്ലേ, അങ്ങനെ ഒരു പരിപാടി? ഫ്രഞ്ച് ഫ്രൈസ് ബേസിക്കലി നമ്മൾ സൈസസ് ബേസ് ചെയ്തിട്ടാണ്. 9mm, 6mm, 3mm, 12mm സൈസസ് ബേസ് ചെയ്തിട്ടാണ്. പിന്നെ സ്കിൻ ഇല്ലാത്തത് എന്നൊക്കെ, ബി സ്കിൻ ഓൺ. പിന്നെ നമ്മുടെ ഇത് പൊട്ടേറ്റോ ആയിട്ട് കാര്യപ്പെട്ട ബന്ധമില്ലാത്ത പൊട്ടേറ്റോ ഫ്രഞ്ച് ഫ്രൈസും നിലവിലുണ്ട് എന്നുള്ളതാണ്. അത് പിന്നെ നമ്മൾ കൂടുതൽ ഫുഡ് അഡൾട്രേഷന്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മൾ പറയുന്ന ഒരു സംഗതിയാണ്. പൊട്ടേറ്റോയുടെ അധികം ഭാഗങ്ങളൊന്നും ഇല്ലാണ്ട് ചെറിയ പൊട്ടേറ്റോ പ്യൂറി, മറ്റുള്ള സ്റ്റാർച്ച് പ്രോഡക്ട്സ് ഒക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന പൊട്ടേറ്റോ ചിപ്സ്, അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷുകാർ ചിപ്സ് എന്നാണ് ഇത് പറയുന്നത്, ഫ്രഞ്ച് ഫ്രൈസ് എന്നല്ല പറയുന്നത്. അമേരിക്കൻസ് ആണ് അതിന് ഫ്രഞ്ച് ഫ്രൈസ്. ഫിഷ് ആൻഡ് ചിപ്സിലുള്ളത് ഫ്രഞ്ച് നമ്മുടെ കണക്ക് ഫ്രഞ്ച് ഫ്രൈസും ഫിഷുമാണ്. അപ്പൊ ചിപ്സ് എന്ന് ആക്ച്വലി ഉദ്ദേശിക്കുന്നത് ഈ ഫ്രഞ്ച് ഫ്രൈസിനെയാണ്. അമേരിക്കൻസ് ആണ് ഇതിന് ഫ്രഞ്ച് ഫ്രൈസ് എന്ന് പറയുന്നത്. ഫ്രാൻസുമായിട്ട് ഒരു ബന്ധമില്ലെങ്കിലും ഫ്രഞ്ചുകാരല്ല എന്ന് മാത്രമല്ല, ഫ്രാൻസുമായിട്ട് വലിയ ബന്ധമൊന്നും ഫ്രഞ്ച് ഫ്രൈസിനില്ല. എന്തോ ഒരു കാരണവശാൽ അവര് അമേരിക്കൻസ് അതിനെ ഫ്രഞ്ച് ഫ്രൈസ് എന്ന് വിളിക്കുന്നു. അതാണ് ഉണ്ടായത്. അപ്പൊ ഈ പൊട്ടേറ്റോ ഈ ഒരു ഹൈ കാലറി സംഗതി ആയതിന്റെ പേരിൽ അത് ഇന്ത്യയിൽ പോപ്പുലറൈസ് ചെയ്യും. പിന്നെ എല്ലാ ക്വിസീനിലും ഈ പൊട്ടേറ്റോ ഭാഗമായി വരികയാണ്. ഇത് പണ്ടത്തെ നമ്മൾ തമിഴ് ലിറ്ററേച്ചറിൽ വരെ ഇതിന്റെ ചില റെഫറൻസസ് കൊടുത്തിട്ടുണ്ട്. ദ ലേറ്റർ ഓൺ ദ ന്യൂവർ തമിഴ് ഈറ, ആ ഒരു സമയത്ത് അതാണ് വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ലിറ്ററേച്ചർ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ കുക്കിങ്ങിനൊക്കെ പറ്റിയിട്ട് വളരെ വിശദമായിട്ട് പറയുന്നത്. അപ്പൊ ഈ പൊട്ടേറ്റോ കഴിഞ്ഞ പിന്നെ ഉള്ളത് ടൊമാറ്റോ. നമ്മൾ ടൊമാറ്റോ എന്നൊക്കെ പല പേരുകളിലും പറയുന്ന പോലെ തന്നെ ഇത് ഡിബേറ്റബിൾ ഒരു സംഗതിയാണ്. പലരും ഇതിനെ പച്ചക്കറിയായിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. വെജിറ്റബിൾ, ടൊമാറ്റോ വെജിറ്റബിൾ എന്നാണ് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നോ അല്ലെങ്കിൽ ധരിച്ചു വെച്ചിരിക്കുന്നത്. ബട്ട് ടൊമാറ്റോ ആക്ച്വലി ബിലോങ്സ് ടു ദ ബെറി കാറ്റഗറി, സോ ഇറ്റ് ഇസ് എ ഫ്രൂട്ട്. ടൊമാറ്റോ ശരിക്കും ഒരു ഫ്രൂട്ടാണ്. നമ്മൾ ചെറി ടൊമാറ്റോ എന്നാണ്, ചെറിയ ടൊമാറ്റോസ് ഉണ്ടല്ലോ നമ്മളിപ്പോ ഇവിടെയൊക്കെ കാണാം, അതിനെ ചെറി ടൊമാറ്റോ എന്നാണ് പറയുന്നത് തന്നെ. അങ്ങനെയാണ് പച്ചക്കറി കടയിലേക്ക് നുഴഞ്ഞു കയറി ഇദ്ദേഹം കൂടുതൽ ഈ ഫ്രൂട്ട്സിന്റെ കൂടെയല്ല ചങ്ങാത്തം. ഇദ്ദേഹത്തിന് കൂടുതൽ പ്രിയം വെജിറ്റബിൾസിന്റെ കൂടെയാണ്. ആരുടെ കൂടെ കൂടുന്നു എന്നുള്ളതിന്റെ പേരിലാണല്ലോ ലേബിളിംഗ്. നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരാണ് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത്, ശ്രദ്ധിക്കണം എന്ന് പറയുന്നതാണ്. തീർച്ചയായിട്ടും. ടൊമാറ്റോവും വന്നത് ആക്ച്വലി ഇന്ത്യയിലേക്ക് പോർച്ചുഗീസ് ആണ് കൊണ്ടുവരുന്നത്. പൊട്ടേറ്റോ അവരാണ്, ടൊമാറ്റോ അവരാണ്. അവര് ടൊമാറ്റോ കൊണ്ടുവരുന്നത് ഗോവ ആൻഡ് സൗത്ത് മഹാരാഷ്ട്ര, ഇപ്പോഴത്തെ ബോംബെ, സൗത്ത് ബോംബെ ഏരിയകളിലൊക്കെയാണ് ആക്ച്വലി ആദ്യം ടൊമാറ്റോ കൃഷി കൂടുതൽ നടക്കുന്നത്. അത് കൂടുതൽ പേസ്റ്റാക്കി ഗ്രേവീസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണെന്നുള്ളതിന്റെ പേരിൽ ഇറ്റ് ബിക്കെയിം പോപ്പുലർ വെരി ഫാസ്റ്റ്. അതുകൊണ്ടാണ് സാമ്പാറിൽ ഒരു നമ്മളിപ്പോ വീണ്ടും സാമ്പാറിലേക്ക് കടക്കുകയാണ്. തക്കാളി നമ്മൾ ഈ സാമ്പാർ, ഈ മഹാരാഷ്ട്രയായിട്ടുള്ള ബന്ധം സാമ്പാറിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽസ് പറയാം. പക്ഷെ ഉള്ളി മെഗൻ നമുക്ക് വന്നത് സൗത്ത് അമേരിക്ക എന്നാണ് ഉള്ളി നമുക്ക് വരുന്നത്. പക്ഷെ അതിൽ ഏറ്റവും വലിയൊരു സംഗതി, നമ്മൾ ഒരു ഡിബേറ്റബിൾ സംഗതി, ചില്ലി, മുളക് ആക്ച്വലി മലബാർ കോസ്റ്റിലേക്ക് വരുന്നത് ശരിക്കും ഒരു കൊളോണിയൽ ഇൻഫ്ലുവൻസ് കാരണം കൊണ്ട് തന്നെയാണ്. പക്ഷെ നമ്മുടെ ഈ ബേർഡ് ചില്ലി എന്ന് പറയുന്ന ചെറിയ നമ്മുടെ കാന്താരി മുളക്, ബേർഡ് ചില്ലി, ചീനമുളക് എന്ന് പറയുന്ന ഒരു ചീനമുളക് എന്ന് പറയുന്നവരാണ്. ചൈനയിൽ നിന്നുള്ള ഇൻഫ്ലുവൻസ് എന്നോ ആയിരിക്കാം ചീനമുളക്, ചീനച്ചട്ടി, ചീനവല എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ചീനമുളക്. പക്ഷെ ഈ ബേർഡ് ചില്ലി നമ്മുടെ നാട്ടിൽ ഓൾറെഡി സുലഭമായിരുന്നു ആ സമയത്ത്. അത് ഈ ഞാൻ അന്ന് പറഞ്ഞ ഈ അച്ചാറുകൾക്കൊക്കെ ഈ ഇഞ്ചിയൊക്കെ ഇടുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ, പെപ്പറൊക്കെ ഇടുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഇതും പോകും. ഉപ്പിലിടുന്നതും അച്ചാറുണ്ടാക്കുന്നതും അല്ലാതെ കറികൾ വെക്കുന്നതും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട്, പക്ഷെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയകളിൽ ഇത് ഉപയോഗിച്ചിരുന്നു. പക്ഷെ വറ്റൽ മുളക്, ചുവന്ന മുളക്, പച്ചമുളക്, ഈ സംഗതികളൊക്കെ ആക്ച്വലി കേരളയ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് പോർച്ചുഗീസ് തന്നെയാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ പച്ചമുളക് ഓൾറെഡി അവൈലബിൾ ആയിരുന്നു, ബട്ട് നോട്ട് ഇൻ എ വെരി വൈഡ് വേ.
ഓക്കെ. ഭയങ്കരമായിട്ട് പോപ്പുലർ ആയിട്ട് ആയിരുന്നില്ല. അങ്ങനെ കുക്കിങ്ങിനെ അവർ ഉപയോഗിച്ചിരുന്നില്ല. വളരെ സെൽഡം റെയർ ആയിട്ട് ഉപയോഗിച്ചിരുന്നുള്ളൂ. പക്ഷെ ഇത്രയും പോപ്പുലർ ആയിരുന്നില്ല. ഉണ്ടായിരുന്നു, പല വകഭേദങ്ങളായിട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ആക്ച്വലി ഇത് നമ്മുടെ കേരള ക്വിസീനിലേക്ക് വളരെ സ്ട്രോങ്ലി ഇൻഫ്ലുവൻസ് ചെയ്തത് പോർച്ചുഗീസ് ഓർ യൂറോപ്യൻസ് ആയിരുന്നു. കാരണം അവർക്ക് പെപ്പർ വേണമായിരുന്നു. അപ്പോൾ പെപ്പറിന് അവർ കൊണ്ടുപോകുമ്പോൾ നമുക്ക് അതിനൊരു റീപ്ലേസ്മെന്റ് എന്നുള്ള രീതിയിൽ നമ്മൾ അത് തൽക്കാലം നിങ്ങൾ ഉപയോഗിച്ചോളൂ. അപ്പൊ ഈ സംഗതികളൊക്കെ നമ്മുടെ ക്വിസീനെ ഒരുപാട്, നമ്മുടെ കുക്കിംഗ് മെത്തേഡിനെ ഒരുപാട്, നമ്മുടെ ടേസ്റ്റുകളെ ഒരുപാട് മാറ്റി. ഒബ്വിയസ്ലി തക്കാളി, ഉരുളക്കിഴങ്ങ്, പലതരം മുളകുകൾ, ഉള്ളി, ഇതൊന്നും അന്നില്ലായിരുന്നു. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇറ്റ് ഇസ് ലൈക്ക് ചേഞ്ച്ഡ്, ലൈക്ക് ഒരു 180 ഡിഗ്രി തിരിയൽ തന്നെ തിരിച്ചു. അതെ, നമ്മുടെ ടേസ്റ്റ് പ്രിഫറൻസ്, കുക്കിംഗ് മെത്തേഡിനെ വരെ മാറ്റി എന്നുള്ളതാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ചട്ടി കലങ്ങൾ വരെ മാറിയല്ലോ ഒരു സമയത്ത്. ചീനച്ചട്ടി, ബേസിക് യൂട്ടൻസിൽസ് തന്നെ മാറി. ഈ കാരണം കൊണ്ട് മാത്രമല്ല, അത് ഇറ്റ് വാസ് എ പീരിയഡിക് എവല്യൂഷൻ എന്നുള്ളതിന്റെ പേരിൽ മാത്രമാണ്. ഇപ്പൊ ചീനച്ചട്ടി എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, അത് ചൈനീസ് ഇൻഫ്ലുവൻസ് എന്ന് വന്നതാണ്. ചൈനീസ് വോക്കാണ് ചീനച്ചട്ടി എന്ന് പറയുന്നത്. അവര് ഒരു സിംഗിൾ ഹാൻഡിൽ ഉപയോഗിക്കുന്നു. നമ്മുടെ രണ്ട് കാത് എന്നാണല്ലോ അതിന് പറയാം, രണ്ട് സൈഡിലുള്ള പിടി ഉള്ള ചീനച്ചട്ടി നമ്മൾ ഉപയോഗിക്കുന്നു. പക്ഷെ ആ ഷേപ്പിനും ഒരു അത് നമുക്ക് അതായത് ഓരോ ആവശ്യത്തിനും അല്ല ഓരോ രീതിയിലുള്ള കുക്കിങ്ങിനും ഓരോ ഷേപ്പ് ഉണ്ട്. അതിനെപ്പറ്റി ഒന്ന് പറയാം. ഓരോ കുക്കിങ്ങിനും ഇപ്പൊ നമുക്ക് എത്രത്തോളം ഹീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഈ കുക്കിംഗ് വെസലിന് നടക്കണം എന്നുള്ള രീതിയിൽ ആണ് ഓരോന്നിന്റെയും ഷേപ്പ് ഉള്ളത്. സ്ക്വയർ ഷേപ്പ് ഉള്ളത്, ഫ്ലാറ്റ് ബേസ് ഉള്ളത്, റൗണ്ട് ബേസ് ഉള്ളത്, ഈ ചെറിയ കേർവ്ഡ് ബേസ് ഉള്ളത്, ഇങ്ങനത്തെ പല സംഗതികളും നമ്മുടെ പല കുക്കിങ്ങിനും എങ്ങനെയായിരിക്കണം അതിനുള്ളിൽ ഈ ഫുഡ് ഐറ്റത്തിലേക്കുള്ള ഹീറ്റ് ഡിസ്ട്രിബ്യൂഷൻ, ഈ ഫുഡിലേക്കുള്ള ഹീറ്റ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയായിരിക്കണം എന്നുള്ളത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പാത്രങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിലേക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വരാം. നമുക്കൊരു ഗ്രാഫിക്കൽ എലിമെന്റോട് കൂടിയിട്ട് അതിനെ നമുക്ക് വരച്ച് കാണിക്കുന്ന രീതിയിലുള്ള ഡീറ്റെയിൽസിലേക്ക് നമുക്ക് വരാം. എങ്ങനെയാണ് ഈ ഇതിലേക്കുള്ള ഇതൊക്കെ നമ്മൾ ഈ സ്റ്റോറീസ് ആണ്. ഇത് നമ്മൾ ഈ പറയുന്ന പല കാര്യങ്ങളും നമ്മൾ ചിലതൊക്കെ ഹിസ്റ്റോറിക്കലി റെക്കോർഡഡ് ആണ്, ചിലർ വെറും മിത്തോളജി ബേസ് ചെയ്ത്, അതാണ് നമ്മൾ ഫുഡ് മിത്സ് എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ ചിലതൊക്കെ കേട്ടുകേൾവികളാണ്, ചിലത് നമ്മൾ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് മാത്രം ഉള്ളതാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചേരുന്നതാണ് ഈ ഭക്ഷണത്തിന്റെ കഥകൾ എന്ന് പറയുന്നത്. വളരെ രസമാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കാൻ. അതേപോലെ തന്നെയാണ് നമുക്ക് ഈ പല സമയങ്ങളിലും ഉണ്ടായ രാഷ്ട്രീയ മാറ്റങ്ങളെ കൊണ്ട് നമുക്ക് വന്ന ഭക്ഷണങ്ങൾ. ഈ രാഷ്ട്രീയ മാറ്റം എന്ന് പറയുമ്പോൾ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും, ഇലാബറേറ്റ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മുടെ രാഷ്ട്രീയ മാറ്റങ്ങൾ എന്നുള്ളതിനേക്കാളും രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വേൾഡ് ഇവന്റ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആയിട്ടുള്ള സംഗതികളും നമ്മളെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. നോട്ട് നെസസറിലി ലോക്കൽ. അതിനൊരു വലിയൊരു എക്സാമ്പിൾ ആണ് ചപ്പാത്തി ആൻഡ് പൂരി. കേരളത്തിൽ വളരെ കുറച്ച് പണ്ടുള്ള ആളുകൾക്ക് തന്നെ അറിയാം, ഒരു 1920s 30s ജനിച്ച ആളുകൾക്ക് തന്നെ അറിയാം. അവരുടെയൊന്നും കുട്ടിക്കാലത്ത് ചപ്പാത്തി, പൂരി ഇത്യാദി സാധനങ്ങളൊന്നും അധികം പോപ്പുലർ ആയിരുന്നില്ല. ഇത് കേരളത്തിൽ പോപ്പുലർ ആവുന്നത് ആക്ച്വലി 1943 ഫാമിൻ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ബംഗാൾ ഫാമിൻ 1943. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ബംഗാളിൽ 1942 ഒരു സൈക്ലോൺ വന്നിട്ട് അവിടുത്തെ റൈസ് കൾട്ടിവേഷൻ ഭയങ്കരമായിട്ട് ബാധിക്കുകയും അതിന്റെ തൊട്ടടുത്ത വർഷം രണ്ടാം ലോക മഹായുദ്ധമായിട്ട് ബന്ധപ്പെട്ടിട്ട് ജപ്പാൻ ബർമ കീഴടക്കുകയും അവിടെ നിന്നുള്ള റൈസ് എക്സ്പോർട്ട് ടു ഇന്ത്യ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്തത്. ബിക്കോസ് ഇന്ത്യ വാസ് എ യൂറോപ്യൻ ഓർ ബ്രിട്ടീഷ് കോളനി ആൻഡ് വി വെയർ ഓൺ ദി അതർ സൈഡ് ഓഫ് ദി ജാപ്പനീസ്. അപ്പോൾ റൈസ് എക്സ്പോർട്സ് കംപ്ലീറ്റ് നിന്നു. അപ്പോൾ നമ്മൾക്ക് റൈസ് കിട്ടുന്ന ഒരു ബംഗാളിലൊക്കെ ഭയങ്കര സിവിയർ ആയിരുന്നു. അതുപോലെ സിവിയർ ആയിരുന്നു ട്രാവൻകൂർ, അന്നത്തെ ട്രാവൻകൂർ സ്റ്റേറ്റ് ഓർ ട്രാവൻകൂർ പ്രിൻസ്ലി സ്റ്റേറ്റ് എന്ന് പറയുന്ന സ്ഥലം. അന്ന് അവിടെ ഭക്ഷണം കിട്ടാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അന്നാണ് ടാപ്പിയോക്കയൊക്കെ എത്ര പോപ്പുലർ ആയത്. പണ്ട് ഉണ്ടായിരുന്നെങ്കിലും ടാപ്പിയോക്കൊക്കെ ഈ ഒരു നിലയ്ക്ക് പോപ്പുലർ ആയത് ഈ ഒരു പ്രത്യേക സമയത്തിന് ശേഷമാണ്. അതേ സമയത്ത് വന്നതാണ് നമുക്ക് ഈ US നിന്നാണ് നമ്മൾ കൂടുതലും വീറ്റ് ഇമ്പോർട്ട് ചെയ്തിരുന്നത്. അപ്പോൾ US-ന്റെ ഒരു ഹെൽപ്പ് കാരണം കൊണ്ട് നമുക്ക് ഈ വീറ്റ് കിട്ടി. ഈ വീറ്റ് നമുക്ക് എല്ലായിടത്തും സപ്ലൈ ചെയ്യാൻ പറ്റി. അപ്പം നമ്മൾ റൈസിന് പകരം ചപ്പാത്തിയോ അല്ലെങ്കിൽ വീറ്റുമായിട്ട് ബന്ധപ്പെട്ട സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടാണ് വരുന്നത്. ഒന്ന് ഭയങ്കര നമ്മുടെ കേരളത്തിന്റെ ചരിത്രമായിട്ടും കേരളത്തിലെ നമ്മുടെ കമ്മ്യൂണിസത്തിന്റെ ഗ്രോത്തുമായിട്ടും പിന്നീട് വന്ന 1956 കാലഘട്ടങ്ങളിൽ കേരളത്തിന്റെ ആകെ പൊളിറ്റിക്കൽ സെനാരിയോ മാറിയതൊക്കെ ആയിട്ട് ഇതിന് ഒരുപാട് ബന്ധം
ഉണ്ട് ഈ ഭക്ഷണത്തിന്റെ ഒരു ഷോർട്ടേജിന്റെ ഫാമിനുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അതുപോലെ തന്നെയാണ് ഈ നമ്മുടെ മലബാർ ഏരിയകളിലേക്കുള്ള ട്രാവൻകൂർ, മധ്യ തിരുവിതാംകൂർ ഭാഗത്തു നിന്നുള്ള കുടിയേറ്റം ഈ ഫാമിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അന്നൊക്കെ ഈ വെസ്റ്റ് ബംഗാളിലൊക്കെ ഈ ഫാമിൻ ഒരു അതിരൂക്ഷമായിരുന്ന സമയത്ത് ഇവർക്കൊക്കെ പോകാൻ കാൽക്കട്ട പോലത്തെ ഒരു മെട്രോ സിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ ട്രാവൻകൂർ പ്രിൻസ്ലി സ്റ്റേറ്റ് അല്ലെങ്കിൽ തിരുവിതാംകൂർ ഭാഗത്തുണ്ടായിരുന്ന ആളുകൾക്ക് പോകാനൊരു മെട്രോ സിറ്റി, അവർക്കൊരു ലൈവ്ലിഹുഡ് ഉണ്ടാക്കാനുള്ളൊരു സാഹചര്യം, സ്ഥലം. അപ്പൊ അതിനാണ് പിന്നെ അവര് ലിറ്ററലി കാട് കയറുക എന്ന് പറയുന്ന സംഗതി ഉണ്ടായത്. കാടും മലയും കയറിയത് അങ്ങനെയാണ്. മലബാറിലേക്ക് വന്നു. ഇപ്പോഴും നമുക്ക് കാണുന്ന കോഴിക്കോടിന്റെ തന്നെ പ്രാന്തപ്രദേശങ്ങളിൽ അവരുടെ റൂട്ട്സ് പോയി നോക്കിക്കഴിഞ്ഞാൽ റാന്നിയോ കോട്ടയോ പാലയോ ഒക്കെ ആയിരിക്കാം. അവരുടെ ഭാഷ പോലും ഒരു തരത്തില് ചെറിയ വ്യത്യാസങ്ങളുള്ള, റീജിയണലി വ്യത്യാസങ്ങളുള്ളത്. പക്ഷെ ഈ ഒരു ഇതിനെ പ്രേരിപ്പിച്ചത് ഒറിജിനലി ഈ സമയത്തെ മൈഗ്രേഷൻ, ഫാമിന്റെ സമയത്തുള്ള ഈ ക്ഷാമം, ഭക്ഷ്യക്ഷാമം അതിരൂക്ഷമായ സമയത്ത് വേറെ ജോലിയും ഒക്കെ അന്വേഷിച്ച് വന്നതാണ് അവര്. പക്ഷെ ഇതിന്റെ ഒരു ആധാരം എന്ന് പറയുന്നത് ഭക്ഷണമാണ്. അഗൈൻ അങ്ങനെയാണ് ഈ ചപ്പാത്തിയിലേക്കും ഉരുളക്കിഴങ്ങിലേക്കും. ഉരുളക്കിഴങ്ങ് അന്ന് വളരെ പോപ്പുലറായി, കാരണം സ്റ്റാർച്ച് കണ്ടന്റ് ഉള്ള വേറൊരു ഭക്ഷണ സാധനമാണ്. അപ്പോൾ ഇതിലേക്കൊക്കെ കൂടുതൽ, കാരണം ഒരു രണ്ടാൾക്ക് വെക്കേണ്ട കറി സാധാരണ വേറൊരു കറി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നീട്ടാൻ, ഇപ്പൊ നമ്മളെ വീട്ടിലൊക്കെ പറയുന്ന ഒരു ഭാഷയാണല്ലോ കറി നീട്ടാനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുള്ള സമയത്ത് ഈ 2-3 ഉരുളക്കിഴങ്ങ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 2 പേർക്ക് ഉണ്ടാക്കിയ സാധനം ഒരു 10 പേർക്കായിട്ട് കഴിക്കാൻ പറ്റും. അപ്പൊ ആ ഒരു നിലയിലേക്ക് നമ്മുടെ ഭക്ഷണത്തിന്റെ രീതി മാറിക്കൊണ്ടുവരികയാണ്. പട്ടിണിയാണ് ഉരുളക്കിഴങ്ങിനെ താരമാക്കി മാറ്റിയത്. പട്ടിണിയാണ് ഒരു കണക്കിന് ഉരുളക്കിഴങ്ങിനെയും ഗോതമ്പിനെയും താരമാക്കി മാറ്റിയത്. അപ്പൊ ഗോതമ്പ് കൊണ്ടുള്ള ഒരുപാട് വിഭവങ്ങൾ നമുക്കിപ്പോൾ അറിയാം അല്ലെ. അപ്പോൾ അതൊക്കെ നമുക്ക് സ്വായത്തമാക്കിയത്, അല്ലെങ്കിൽ നമ്മൾക്കത് വേണമെന്ന് നമുക്ക് തോന്നാൻ കാരണം ഈ ഒരു പ്രത്യേക സംഗതിയാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിലിപ്പോ നമ്മൾ വളരെ പോപ്പുലറായിട്ട് കണ്ടുവരുന്ന ഷവർമ പക്ഷെ ഫാമിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല. നമ്മുടെ ഭക്ഷണത്തിന്റെ ഷോർട്ടേജ് അല്ല, പക്ഷെ നമുക്ക് മറ്റുള്ള ഭക്ഷണങ്ങൾ ട്രൈ ചെയ്യാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി, കൾച്ചറൽ സ്ഥിതി, ആ ഒരു സെറ്റപ്പ് നമുക്ക് ഉണ്ടായത് കൊണ്ടാണ് നമുക്ക് അതിലേക്ക് വന്നത്. അപ്പൊ ഓരോ ഭക്ഷണങ്ങൾ വരുന്ന വഴിയുടെ രീതികളും അവരുടെ ഫോർമാറ്റുകളുമാണ് നമ്മൾ എപ്പോഴും. അതായത് പട്ടിണിയിൽ നിന്ന് ഇപ്പോ ഫുഡിൽ എക്സ്പെരിമെന്റ് ചെയ്യാനുള്ള ഒരു സാമ്പത്തിക വളർച്ച കാലങ്ങൾ കൊണ്ട് ഉണ്ടായി, നമ്മൾ നേടിയെടുത്തു. അതിന്റെ ഫലമായിട്ടാണ് ഈ പുറത്തുള്ള പല ഭക്ഷണങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് കയറി വരുന്നത്. അതെ. തിരിച്ച് നമ്മൾ ഈ ഭക്ഷണത്തിന്റെ കാര്യത്തിലേക്ക്, നമ്മുടെ ഈ കൊളോണിയൽ ഇൻഫ്ലുവൻസിന്റെ കാര്യത്തിലേക്ക് തന്നെ പോവുകയാണെങ്കിൽ ടാമറിൻഡ് നമ്മുടെ നാട്ടിലേക്ക് വന്നത് മാഡഗാസ്കർ ആണ്. ടാമറിൻഡ് നമ്മുടെ അടുത്തില്ല. ടാമറിൻഡ് ഒറിജിനൽ നമ്മുടെ അടുത്തില്ലായിരുന്നു. നമ്മുടെ ഒറിജിനൽ എന്ന് പറഞ്ഞാൽ പുളി എന്ന് പറയുന്ന നമ്മള് സ്ഥിരമായിട്ട് നമ്മുടെ നാട്ടില് വളർന്ന് വരുന്നൊരു സംഗതി അല്ലായിരുന്നു. ടാമറിൻഡ് നമുക്ക് ആക്ച്വലി ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് എന്താണ് പറയുക, ആരബ്സ് ആണ് എത്തിക്കുന്നത്. ടാമറിൻഡ് പോപ്പുലറൈസ് ചെയ്യുന്നത്, ടാമറിൻഡ് മരങ്ങളെ അഗൈൻ നമുക്ക് ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് പോപ്പുലറൈസ് ചെയ്യുന്നത് ആരബ്സ് ആണ്. അവരാണ് ബേസിക്കലി അത് മാഡഗാസ്കറിന്റെ ഒരു തനതായ ഒരു ഭക്ഷണ ഒരു ഇൻഗ്രീഡിയന്റ് ആയിരുന്നു ഈ ടാമറിൻഡ് എന്ന് പറയുന്നത്. അത് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നത് ഈ ആരബ്സ് ആണ്. ആരബ്സ് ഒരുപാട് നമ്മുടെ ഈ യൂറോപ്യൻ ഇൻഫ്ലുവൻസസ് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാനും അവരുടെ ഭക്ഷണത്തിലേക്ക് നമ്മുടെ ഇൻഫ്ലുവൻസസും ഒരുപാട് ഗിവ് ആൻഡ് ടേക്ക്, കൊടുക്കൽ വാങ്ങലുകൾ ഒരുപാട് ഈ അറേബ്യൻ യാത്രികരും ഒക്കെ ആയിട്ട് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അവരാണ് ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ നമ്മുടെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു എന്ന് അറിയുന്ന ഭക്ഷണങ്ങൾ പുറം രാജ്യങ്ങളിൽ അറിയപ്പെടുന്നതാക്കിയത് ആരബ് ട്രേഡേഴ്സ് ആണ്. പലവ്യഞ്ജനങ്ങൾ, അതുപോലെ തന്നെ അത്തർ ഉണ്ടാക്കാനുണ്ട് അതിന്റെ ബേസിസ്, സാൻഡൽവുഡ്, ഇതൊക്കെ ഒരുപാട് പോപ്പുലറൈസ് ചെയ്തിട്ട്. അതുപോലെ തന്നെ കോട്ടൺ വാസ് എ മേജർ എക്സ്പോർട്ട്. നമ്മുടെ കോഴിക്കോടിന് പേര് വന്നത് തന്നെ കാലിക്കോ എന്ന് പറയുന്ന കോട്ടൺ വസ്ത്രം ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു മേജർ പോർട്ടായിരുന്നു കാലിക്കറ്റ്. അങ്ങനെയാണ് കാലിക്കോ എന്ന് പറയുന്ന പേരിന്നാണ് കാലിക്കറ്റ് എന്നുള്ള പേര് വന്നത്. അപ്പോ ഈ ഒരു സംഗതികൾ, അപ്പോൾ ഇതിന്റെ ഒരുപാട് ഈ എല്ലാത്തിന്റെയും നമ്മൾ അകപ്പുറങ്ങൾ ചെകഞ്ഞു പോയി കഴിഞ്ഞാൽ ഭക്ഷണം എവിടെയോ ഒരു ഭാഗമാണ്, ഒരു വലിയ ഘടകം തന്നെയാണ്. ഈ ഇപ്പൊ കൊളോണിയൽ ശക്തികളിലൂടെ നമ്മളിലേക്ക് പല ഭക്ഷണ സാധനങ്ങളും ഇങ്ങനെ എത്തുകയുണ്ടായി. അവര് ഇപ്പൊ പെപ്പർ പോലത്തെ സാധനങ്ങൾ കൊണ്ടുപോയി. പക്ഷെ നമ്മളുടെ ഏതെങ്കിലും ഭക്ഷണം
അങ്ങനെ തന്നെ അവർ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടോ? വാസ് ദാറ്റ് ലൈക്ക് എവർ പോപ്പുലറൈസ്ഡ് ഔട്ട്സൈഡ് ലൈക്ക് എനി ഓഫ് ആർ ഫുഡ്? നമ്മുടെ റൈസ് ബേസ്ഡ് ഐറ്റംസ് എല്ലാം നമ്മുടെ നാട്ടിൽ നിന്ന് പോയതാണ്. എനിത്തിങ് ടു ഡു വിത്ത് റൈസ്, എനിത്തിങ് വോട്ട് ദേ കുക്ക് വിത്ത് റൈസ്. കാരണം റൈസ് അവിടെ ഉണ്ടായിരുന്നതേ ഇല്ല. അതായത് യൂറോപ്പിൽ ഇന്ന് റൈസ് ബേസ്ഡ് ആയിട്ട് എന്തെങ്കിലും ഒരു ഫുഡ് ഉണ്ടെങ്കിൽ അത് ഇവിടുന്ന് പോയതാണ്. ഇപ്പോൾ നമ്മളെ ഈ സ്ട്രോഗനോഫ് എന്ന് പറയുന്നൊരു ഇറ്റാലിയൻ, ഇറ്റ് ഇസ് ഫ്രഞ്ച്. സ്ട്രോഗനോഫ് ബേസ് റൈസിന്റെ മുകളിൽ നമ്മൾ ബീഫ് ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും ഒരു ഗ്രേവിഡ് ഐറ്റം നമ്മൾ ഇത് ചെയ്യാൻ. അതുപോലെ തന്നെയാണ് ഈ റീസ് കാശ്മീർ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാക്കുക. കാശ്മീരി റൈസ് എന്ന് പറയുന്ന സംഗതി. കാശ്മീരി റൈസ് എന്ന് പറയുന്നത് അവർ ഈ പുലാവിന്റെ വേറൊരു ഫോമാണ്. അതിൽ നമ്മുടെ ചെറിയൊരു വ്യത്യാസം വരുന്ന അതിനകത്ത് പൈനാപ്പിൾ ഒരുപാട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ടു മേക്ക് ഇറ്റ് എ ട്രോപ്പിക്കൽ കൈൻഡ് ഓഫ് ഡിഷ്, ലുക്ക് ലൈക്ക് എ ട്രോപ്പിക്കൽ കൈൻഡ് ഓഫ് ഡിഷ്. അതുപോലെയാണ് വേർമിസെല്ലി നമ്മുടെ നാട്ടിലേക്ക് വന്നതും അവിടുന്ന് ഇങ്ങോട്ടാണ് വന്നത്. പാസ്തയുടെയും നൂഡിലിന്റെയും ഒക്കെ ഇൻഫ്ലുവൻസിലാണ് നമുക്ക് വേർമിസെല്ലി വരുന്നത്, വിച്ച് ഇസ് ബേസ്ഡ് ഔട്ട് ഓഫ് റൈസ് ആൻഡ് വീറ്റ് ആൻഡ് ഓൾ ദീസ് തിങ്സ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേർമിസെല്ലി. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരുപാട് മിക്സ് ആൻഡ് മാച്ച് ഒക്കെ നമുക്ക് നടന്നിട്ടുണ്ട്. ആരുടെ എന്താന്നുള്ളത് നമ്മൾ ആക്ച്വലി നോക്കിക്കഴിഞ്ഞാൽ എല്ലാം തർക്ക വിഷയങ്ങളാണ്. ഇതൊരു വലിയൊരു ഇൻഫർമേഷൻ തന്നെയായിരുന്നു. അതായത് അവിടെയുള്ള എന്ത് റൈസ് ബേസ്ഡ് സാധനം ഉണ്ടെങ്കിലും അത് നമ്മുടെ അടുത്ത് പോയതാണെന്നുള്ളത് അതിലേക്ക് ഒരു അഭിമാനമൊക്കെ തോന്നുന്നു. പിന്നെ ഒരു മേജർ ഇൻഗ്രീഡിയൻറ്റ് യൂറോപ്യൻ ക്യൂസിനിൽ ഉപയോഗിക്കുന്ന മേജർ ഇൻഗ്രീഡിയൻറ്റ് ഫോർ ഓബ്വിയസ് റീസൺസ് നമ്മുടെ നാട്ടിൽ നിന്ന് പോയതാണ്, എസ്പെഷ്യലി കാശ്മീരിൽ നിന്ന് പോയതാണ്, വിച്ച് ഇസ് സാഫ്രൻ. ഓക്കെ. കുങ്കുമപ്പൂ നമ്മുടെ നാട്ടിൽ മാത്രം കണ്ടുവന്നിരുന്ന ഒരു സംഗതിയാണ്. അതിപ്പോ ഏറ്റവും നല്ല ക്വാളിറ്റി കുങ്കുമപ്പൂ കിട്ടുന്ന പല സ്ഥലങ്ങളാണ്, ഇറാൻ അടക്കമുള്ള ഒരുപാട് രാജ്യങ്ങളുണ്ടെന്ന് പറയപ്പെടുന്നെങ്കിലും ഇതിന്റെയൊക്കെ ഒരു ഒറിജിൻ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ ഭൂഖണ്ഡം തന്നെയാണ്. മിൽക്ക് ആൻഡ് മിൽക്ക് ബേസ്ഡ് ഐറ്റംസ് ഒരുപാട് ഉപയോഗിച്ചിരുന്ന ഒരു രാജ്യം, ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അതുപോലെ തന്നെയാണ് ഐസ്ക്രീംസിൽ സോർബേ എന്ന് പറയുന്നത്. സോർബേ എന്ന് പറയുന്നത് SORBET. അതാണ് നമ്മൾ ഈ ഫ്രോസൺ ക്രീം ഇല്ലാത്ത, മിൽക്ക് അല്ലാത്ത ഐസ്ക്രീമിനാണ് സ്വതവേ നമ്മൾ ഫ്രൂട്ട് ബേസ്ഡ്, നമ്മൾ ഈ ലോലിപോപ്പ് എന്നൊക്കെ, പോപ്സിക്കിൾ, അല്ലെങ്കിൽ നമ്മൾ ഈ സിപ്പപ്പ് എന്നൊക്കെ, ഈ പണ്ടത്തെ ഈ എന്താണ് പറയുക കോൽ ഐസ് എന്നൊക്കെ പറയുന്ന സാധനമില്ലേ, അതാണ് ബേസിക്കലി ഈ സോർബേ എന്ന് പറയുന്ന സാധനം. അതിൽ മിൽക്ക് കണ്ടന്റ് ഇല്ലാത്തതിനാണ് നമ്മൾ സോർബേ എന്ന് പറയുക. മറ്റേത് ക്രീം എന്നുള്ള വാക്ക് വന്നാൽ അതിനകത്ത് മിൽക്ക് ആൻഡ് മിൽക്ക് കണ്ടന്റ്സ് വേണം. Any ice cream will have milk and milk contents. Any ice cream will have milk and milk contents. Sorbets not necessarily should have milk contents. അപ്പൊ ഈ സോർബേ എന്ന് പറയുന്ന വാക്ക് വന്നത് ഷർബത്ത് എന്ന് പറയുന്ന വാക്ക്, സർബത്ത് എന്ന് നമ്മൾ പറയുന്ന വാക്കെന്നാണ് ഈ സോർബേ എന്ന് പറയുന്ന വാക്ക്. ഫ്രൂട്ട് എസെൻസസ് ഇട്ടിട്ട് നമ്മൾ ഫ്രീസ് ചെയ്ത് കഴിക്കുന്ന സാധനത്തിനാണ് നമ്മൾ ഈ സോർബേ എന്ന് പറയുന്നത്. അത് ഇന്ത്യയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തതാണെന്നുള്ളതാണ്. ഇവിടുന്ന് ബ്രിട്ടീഷുകാരുള്ള സമയത്ത് നമ്മളുടെ കിച്ചൺസ് നിന്ന് വന്നതല്ല, പക്ഷേ ഇവരുടെ കിച്ചൺസ് നിന്ന് വന്നതെന്നാണ് പറയപ്പെടുന്നത്. ബ്രിട്ടീഷ് കിച്ചൺസ് അല്ലെങ്കിൽ അവരുടെ ഒരു രീതികളിൽ ബ്രിട്ടീഷ് ആയിരിക്കണമെന്നില്ല, മേ ബി ഫ്രഞ്ച് ആവാം, ഡച്ച് ആവാം, ഡേനിഷ് ആവാം. ഡേനിഷ് ആളുകൾക്ക് ഈ മധുരമൊക്കെ ആയിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ളൊരു സംഗതിയായിരുന്നു ഇതിന്റെ പേരിൽ. ഡേനിഷുകാരായിരിക്കാം ഇതിനെ പോപ്പുലറൈസ് ചെയ്തത്. പക്ഷെ ഇതിന്റെ സോർബേ എന്നുള്ള വാക്ക് ഡെഫിനറ്റ്ലി സർബത്ത് നിന്ന് വന്നതാണ്. അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു. പിന്നെ പണ്ടത്തെ കാലത്തൊക്കെ ട്രെയിൻസിൽ യാത്ര ചെയ്യുന്ന യൂറോപ്യൻസിന് ഈ ചൂട് സഹിക്കാൻ പറ്റാത്ത ഭയങ്കര ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഒരുപാട് ഐസ് ഇതിനു വേണ്ടി അവർ മാനുഫാക്ചർ ചെയ്തിരുന്നു. കാരണം അവർ ഈ ഓരോ ട്രെയിൻ സ്റ്റേഷനിൽ എത്തുന്ന സമയത്തും ഇവരുടെ ഫസ്റ്റ് ക്ലാസ് ലോഞ്ചുകളുടെ താഴെ ബോഗിയുടെ അടിയിൽ അന്ന് എയർ കണ്ടീഷനിങ് ഇല്ല, കംപ്രസിംഗ് ഇല്ല, നമ്മൾ കംപ്രസേഴ്സും അങ്ങനത്തെ എയർ കണ്ടീഷനിങ് യൂണിറ്റ് ഇല്ല. അപ്പൊ ഈ ബോഗികളുടെ താഴെ ഈ ഐസ് കട്ടകൾ നിറച്ചിട്ട് ആണ് ഇതിന് തണുപ്പ് കൊടുത്തിരുന്നത്. അപ്പൊ ഐസ് അന്ന് ഒരുപാട് ഉപയോഗിച്ചിരുന്നു. അപ്പൊ അങ്ങനത്തെ ആ ഐസ് മാനുഫാക്ചറിങ് സ്ഥലത്ത് നിന്നൊക്കെ ആയിരിക്കാം ഈ ഇന്ത്യൻ ടൈപ്പ് ഓഫ് നമ്മുടെ കുൽഫി അങ്ങനെ വന്നിട്ടുള്ള ഒരു സംഗതിയാണ്, ഒരു മിൽക്ക് പ്രോഡക്റ്റ് ആണ്. ഇന്ത്യസ് കോൺട്രിബ്യൂഷൻ ടു ദി ഐസ്ക്രീം വേൾഡ് ആണ് കുൽഫി എന്ന് പറയുന്നത്. അപ്പൊ കുൽഫി പണ്ടേ പോപ്പുലർ ആയിരുന്നു നമ്മുടെ സ്ഥലത്ത്. So I really hope you guys enjoyed the chat between me and Arun. Hope to come back with another episode as soon as possible. Keep watching, take care, enjoy, have fun. Bye.